കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ നാട്ടിൽ വിലസുന്ന കാലമാണ്. മറുവശത്ത് റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങൾ. മാതാപിതാക്കൾ കൂടെ ഉണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ ഇവിടെ സുരക്ഷിതരല്ല. അതിനിടെയാണ് കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തുവന്നത്. തിരുവനന്തപുരം വെള്ളായണി കാക്കമൂലയിലെ സ്വകാര്യ ഡേ കെയറിൽ നിന്ന് 2.5 വയസ്സുകാരൻ ആരുമറിയാതെ വീട്ടിലേക്ക് പോയത് ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. 1.5 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ആ കുരുന്ന് അലറിക്കരഞ്ഞുകൊണ്ട് പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രക്ഷിതാക്കളുടെ പരാതിയിൽ അധികൃതരുടെ അശ്രദ്ധയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ നേമം പോലീസ് കേസെടുത്തിട്ടുണ്ട്. നേമം കല്ലിയൂർ കാക്കാമൂല സ്വദേശികളായ സുധീഷ് അർച്ചന ദമ്പതികളുടെ മകൻ അങ്കിത്താണ് കാക്കാമൂലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളിൽ നിന്ന് തിങ്കളാഴ്ച വിജനമായ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്ന് വീട്ടിലെത്തിയത്. സംഭവം അറിഞ്ഞ് ഞെട്ടിയെങ്കിലും മകൻ സുരക്ഷിതമായി വീട്ടിലെത്തിയതിന്റെ ആശ്വാസത്തിലാണ് രക്ഷിതാക്കൾ. അതേസമയം ഡേ കെയർ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പരാതി നൽകി. കരഞ്ഞും ഭീതിയോടെ ഓടിയും അങ്കിത് പോകുന്ന ദൃശ്യങ്ങൾ റോഡരികിലെ CCTVയിൽ നിന്ന് വീട്ടുകാർക്ക് ലഭിച്ചു. ഇതിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് കുട്ടി കടന്നുപോയതായാണ് കണ്ടത്. പിന്നീട് അങ്കിത് വീട്ടിലെത്തുന്നത് 2 മണി കഴിഞ്ഞും. സ്കൂളിൽ 3 ടീച്ചർമാരും 1 ആയയുമാണ് ഉണ്ടാകാറുള്ളത്. സംഭവ സമയത്ത് 3 ടീച്ചർമാരും സമീപത്ത് കല്യാണത്തിന് പോയിരുന്നതായാണ് വിവരം. അങ്കിത് വീട്ടിലെത്തിയ ശേഷം വീട്ടുകാർ സ്കൂളിൽ വിവരം അറിയിച്ചപ്പോഴാണ് കുട്ടി പോയ കാര്യം അധികൃതർ അറിയുന്നത്. ജീവനക്കാരുടെ എണ്ണം കുറവാണെങ്കിലും കൊച്ചുകുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ഗേറ്റ് പൂട്ടി സുരക്ഷിതമാക്കാത്തതിൽ പരാതി ഉയർന്നു. 30 കുട്ടികളാണ് സ്കൂളിൽ ഉള്ളത്. അമ്മ അർച്ചനയുടെ പരാതിയെ തുടർന്ന് നേമം പോലീസ് കേസെടുത്തു. ചൈൽഡ് ലൈൻ പ്രവർത്തകരെയും വിവരമറിയിച്ചു. ഉച്ചഭക്ഷണ സമയത്ത് കുട്ടികളെ പുറത്തിറക്കിയപ്പോൾ സംഭവിച്ചതാണെന്നും ആ സമയത്ത് കുട്ടികളെ നോക്കാൻ സ്കൂളിൽ 1 ജീവനക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.